ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി സംശയം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം അനുമോള് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മീനാക്ഷി ചേച്ചിയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണമല്ലോ. അപ്പോഴാണ് സുകന്യ പറയുന്നത്, നീ ഒന്നും പേടിക്കണ്ട. ഇങ്ങനെ പേടിച്ചാൽ നിനക്ക് അലോകിനെ സ്നേഹിക്കാൻ പറ്റുമോ? അത് പോരാഞ്ഞിട്ടേ ഞാൻ അവളോട് ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? നിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു, കേക്ക് മുറിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നീ അങ്ങോട്ട് പോയിന്നാ. പിന്നെ നിന്നെ വെയിറ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു കാര്യം, വീട്ടിൽ ചെന്ന് ഇതുപോലെ തന്നെ നീയും പറഞ്ഞേക്കണം. ഞാനൊരു കാര്യം നീ വേറൊരു കാര്യമൊക്കെ പറഞ്ഞാൽ അവർക്ക് സംശയമാവും. എന്നാലും അതൊക്കെ ശരി തന്നെ, ഞാനെന്നാലും എൻ്റെ വീട്ടുകാരെ പറ്റിക്കുന്ന പോലെയല്ലേ എന്ന് അനുമോള് ചോദിക്കുകയാണ്. അപ്പോഴാണ് അലോക് പറയുന്നുണ്ട്, അതേ അനുമോളെ, നീ അങ്ങനെ സംസാരിക്കരുത്. ഒരിക്കലും വീട്ടുകാരെ പറ്റിക്കുന്നൊന്നുമില്ല. സ്നേഹിച്ചവർക്ക് വേണ്ടിയിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, പിന്നെ നീ എന്നെ സ്നേഹിക്കാൻ വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അവിടെ മീനാക്ഷി ആകാശിനെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? വീട്ടുകാരെയൊക്കെ പറ്റിച്ചു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അപ്പച്ചി എങ്ങനെയാണ് വന്നത്? അതും അങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോഴാണ് സുകന്യ പറഞ്ഞു കൊടുക്കുക കേട്ടോ, വീട്ടുകാരെ ആലോചിച്ച് നിന്നാൽ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. നീ എന്തിനാ പേടിക്കണേ? പിന്നെ ഇതിനു വേണ്ടി ഞാൻ കൂട്ടു നിൽക്കുന്ന എന്തിനാണെന്നറിയോ? അലോകിന് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. അതുകൊണ്ടാണ് അവൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച്. അവനെല്ലാം എന്നോട് തുറന്നും പറയും. അതുകൊണ്ടൊക്കെയാണ് ഞാനിതിന് കൂട്ടു നിന്നത്. പിന്നെ നീ പേടിക്കേണ്ട ആവശ്യം എന്താ? എല്ലാ സപ്പോർട്ടിനും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? അതുകൊണ്ട് നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അനുമോളെ. പോരാഞ്ഞിട്ട് വീട്ടിലിപ്പോൾ തൽക്കാലം ആരും അറിയാനൊന്നും പോകുന്നില്ല. മീനാക്ഷിയുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് നീ മറുപടി പറഞ്ഞാൽ മാത്രം മതി. പിന്നെ അലോകെന്ന് വെച്ചാലേ ആള് ഒരു പഞ്ചപാവം. അവന് നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ടാണ് ഞാനിതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുമോൾക്ക് ചെറിയൊരു ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, ഇപ്പം നിൻ്റെ പേടിയൊക്കെ മാറിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. മാറി, എന്നാലും എന്നാലും ഇല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നീ അലോകിനെ വേണ്ടാന്ന് വെക്കണം. അതെല്ലാം നിനക്ക് അലോകിനോട് ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഇനി നിങ്ങൾ കാണുകയും വേണ്ടയും ഒക്കെ ചെയ്യണം. ശരി, പിന്നൊരു കാര്യം, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. എന്നാലേ അവർക്ക് വിശ്വാസമാവുള്ളൂ വീട്ടിൽ ചെല്ലുമ്പോഴേ. പിന്നെ അപ്പോൾ അലോക് പറയാം, എന്നാൽ പിന്നെ ഞാനും പോട്ടെ, വേറൊരു ദിവസം കാണാം അനുമോളെ എന്ന് പറയാം. അയ്യോ അത് വേണ്ട, ഇനി കാണാമെന്ന് വേണ്ട. അപ്പോൾ ഉടനെ സുകന്യ പറഞ്ഞു കൊടുക്കണം, അതെന്താടി അങ്ങനെ? ഇനി കാണണ്ടേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണണം, മിണ്ടണം, സംസാരിക്കണം, അടുക്കണം, ഇതിനേക്കാളും കൂടുതൽ സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നീ പേടിക്കണ്ട. ഇതിനെല്ലാത്തിനും സമയവും സന്ദർഭവും ഒക്കെ ഞാൻ നിനക്കെല്ലാം കൂടെ നിന്ന് ചെയ്തു തന്നോളാമെന്ന് പറഞ്ഞു കൊടുക്കാണോ. അതോടുകൂടി അനുമോൾക്ക് കുറച്ച് വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയും അലോകിനെ കാണണമെന്നും മിണ്ടണമെന്നും ഒക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അലോക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് സുകന്യയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനുമോളെ വലിയൊരു ജാതിയിൽ തന്നെ കൊണ്ടിടണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് മീനാക്ഷി നേരെ വീട്ടിലെത്തിയതല്ലോ. അപ്പം വീട്ടിൽ ഗോമതിയുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം കേട്ടതിന് ശേഷം മനസ്സിൽ നിന്ന് പോകുന്നില്ല, അനുമോളെ തന്നെയാണോ അവിടെ വെച്ച് കണ്ടതെന്നുള്ളത്. അങ്ങനെ ദേവിയെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. ഏട്ടത്തി ഒന്നിങ്ങി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാണ്ടി എന്നെ വലിച്ചുകൊണ്ട് വന്നേ? നിനക്ക് മുറിയിൽ വെച്ച് പറഞ്ഞാൽ പോരെ? അവിടെ ഇരുന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കും, ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യം കേട്ട് ടെൻഷൻ ആവല്ലേ. എന്താ കാര്യം പറ. നമ്മുടെ അനുമോളെ. അയ്യോ, അനുമോൾക്ക് എന്തോ പറ്റി? അയ്യോ, ഉറച്ചു കിടന്ന് വിളിക്കല്ലേ എടുത്തി, അമ്മ കേൾക്കും. അനുമോൾക്കൊന്നും സംഭവിച്ചില്ല. അതെ, അനുമോളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഞാൻ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് വഴിയിൽ വെച്ച് സുകന്യ ചേച്ചി കണ്ടായിരുന്നു. കൂടെ ഒരു പെങ്കൊച്ചുള്ളതുപോലെ എനിക്ക് തോന്നി. എന്നെ കണ്ടതും അങ്ങോട്ടത് ഓടിപ്പോകുന്നതും കണ്ടു. പക്ഷേ രൂപവും ആ ഒരു പോക്കും ഒക്കെ കാണുമ്പോൾ അനുമോളെ പോകുന്നത് തോന്നി. അനുമോളായിരിക്കൂടി, കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഇവിടുന്ന് പോയത്. പക്ഷേ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവർ മാത്രമേ അവിടെ ഉള്ളൂ, അനുമോളില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറയണം അനുമോൾക്ക് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുന്നു, ഇപ്പോൾ തിരിച്ചു വരും, എന്നിട്ട് വേണം ഒരുമിച്ച് നമുക്ക് മാളിൽ പോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിലിപ്പോൾ എന്താ കുഴപ്പം? അല്ലെന്നേ, എനിക്ക് എന്തോ ഒരു സംശയം അവിടെ തോന്നി. എന്തോ കള്ളത്തരം. ഞാൻ ചോദിച്ച സമയം മുതൽ അവർ ഒരു പരിങ്ങല. ഇനി അനുമോളെ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തോ ഒളിച്ചുകളി ഉണ്ട് അനുമോളും ഇവരും തമ്മിൽ. അല്ലെങ്കിലും ഇവർക്ക് അവളുമായിട്ട് കുറച്ചൊരു അടുപ്പം തോന്നുന്നില്ല ചേട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കാര്യം അങ്ങ് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാന്ന് മീനാക്ഷി പറയാട്ടോ.
കള്ളത്തരത്തിൻ്റെ ഉസ്താദായ ദേവിയോടാണ് മീനാക്ഷി പറയുന്നത്. അവസാനം ദേവി പറയുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവർ വരുമ്പോൾ എന്തായാലും രണ്ടുപേരും കള്ളമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. പിന്നെ പഠിച്ച് പറയുമ്പോൾ ഉള്ള കള്ളത്തരം എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. അതുമാത്രമല്ല, സത്യമാണ് പറയണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ പറയും. എന്നാലും ഒരാൾ പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ പറ, നീ അതുപോലെ പറ എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ ദേവി ഇങ്ങനെ മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട, ഞാനിത് കണ്ടുപിടിച്ച് തന്നോളാം. എൻ്റെ ഏട്ടത്തിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നത്? പെട്ടെന്നാണ് ദേവിക്ക് മനസ്സിലാവണം കേട്ടോ. പെട്ടെന്ന് ദേവി വെച്ച് പറയാം, അത് ഞാൻ ദൃശ്യം സിനിമയില്ലേ, അത് പലതവണ കണ്ടിട്ടുണ്ടേ, അത് കണ്ട് എനിക്കിപ്പോൾ കള്ളത്തരമൊക്കെ അറിയാം എന്ന് പറഞ്ഞു നെടും ശ്വാസം വിടുക കേട്ടോ. കാരണം കള്ളത്തരത്തിൻ്റെ ഉസ്താദല്ലേ ഇത് ശ്രീദേവി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഒരു കള്ളം പറയണവരെ. ശരിയെന്നും പറഞ്ഞ് അവരങ്ങനെ ഇവർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഉദയഭാനു വീട്ടിലേക്ക് വരുന്നുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. ശ്രീകല കാത്തു നിൽക്കുകയാണ്. വന്ന പാടെ ശ്രീകല പറയാം, അതെ ആ ചെല്ലയ്യൻ വിളിച്ചിരുന്നു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എടി ഒന്നുകൊണ്ട് പേടിക്കണ്ട, അയാൾക്ക് നമുക്ക് കാശ് കൊടുക്കാം. ഇന്ന് വൈകുന്നേരം നമുക്ക് ദേവമംഗലത്ത് പോകണം. കാരണം പാലൻ ഞാൻ കൊടുത്ത 10 ലക്ഷം രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് മിക്കവാറും ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമുക്കവിടെ പോയി അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി വരാം. മനുഷ്യ, അങ്ങനെയൊന്നും പോകരുത്, അതൊക്കെ വലിയ നാണക്കേടാ. പൈസ വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ചാടിക്കയറി അവിടെ പോയി അത് വാങ്ങാൻ ചെന്നാലേ ബാലൻ എന്താ വിചാരിക്കുന്നത്? അത്യാഗ്രഹം പിടിച്ച് കിടക്കുന്നല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ബാലനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ജപ്പാനിൽ പോയിരിക്കുന്നല്ലേ? ജപ്പാനിൽ പോയ ആൾ ഇന്ന് വൈകിട്ട് എങ്ങനെയാണ് മനുഷ്യ അവിടെ എത്തുന്നത്? മറ്റേ ബുർജ് ഖലീഫ ഉണ്ടല്ലേ കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നത്, അതെല്ലാം കൂടെ ഒറ്റയടിക്ക് നിങ്ങൾ താഴെ ഇടോ മനുഷ്യ എന്നും ചോദിച്ചിട്ട് ശ്രീകല കുറേ വഴക്ക് നമ്മുടെ ഉദയഭാനുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഉദയഭാനുവിന് ചിന്തിക്കുന്നത്, ഈ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാണ്. എന്തായാലും ഈ പൈസ നമ്മുടെ കയ്യിൽ എങ്ങനെയാടി വരിക? വാടക കൊടുക്കാനുണ്ട്, ചെല്ലയിൻ്റെ പൈസ കൊടുക്കാനുണ്ട്, എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ദേവാണു ധൈര്യം കൊടുക്കുന്നുണ്ട്, പറ്റും, എനിക്ക് ഉറപ്പാണ്. ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ കടങ്ങളും നമുക്ക് തീർന്ന് സമാധാനം ആവുമല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വരുവാണ്. കയ്യിലൊരു കവറുണ്ട്. ഈ കവർ ഒന്നും കൂടെ കയറുന്നതിന് മുമ്പേ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ അതിനകത്ത് ഭയങ്കര അഭിമാനത്തോടു കൂടി. എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് നേരെ വീടിനകത്ത് കയറുകയാണ്. എന്നിട്ട് ദേവി അവിടെ എന്തൊക്കെയോ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ് റൂമിനകത്ത്. ദേവിയുടെ റൂമിനകത്ത് ചെന്നിട്ട് ഡോറിൻ്റെ അവിടെ നിന്ന് മോളെ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ദേവി നോക്കുമ്പോൾ അച്ഛനോ? ബാലച്ച കയറി വാ. മോളെ എന്താ നിനക്ക് വിശേഷം? ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അച്ഛാ? ഇതേ എൻ്റെ കല്ലിക്കുന്നത് കണ്ടോ ഒരു കവറ്? കണ്ടു. ഇതെന്താ? ഇത് ഞാൻ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ, എനിക്ക് വേണ്ടിട്ടോ. അതെ, അല്ല ഇതിനകത്ത് എന്താ അച്ഛാ? അതൊരു സർപ്രൈസാണ്, ഇത് മോൾ തുറന്നു നോക്ക്. അച്ഛൻ പറ എന്താന്ന്. അതൊന്നും പറ്റില്ല, ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുതന്ന സർപ്രൈസാണ്. ഇത് എല്ലാ സന്തോഷത്തും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇന്നത് നിനക്ക് തന്നതിൽ. നീ ഇത് വാങ്ങിക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ദേവി അത് കയ്യിൽ നീട്ടി വാങ്ങണ്ട. അവർ തുറന്നു നോക്ക്. അച്ഛൻ തന്നെ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അച്ഛൻ പറ. അത് പറ്റില്ല, നീ തന്നെ തുറന്നു നോക്കണം. അങ്ങനെ ദേവി പതിയെ അത് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും നിറച്ച ആഭരണങ്ങളാണ് കേട്ടോ. അത് കണ്ടിട്ട് അയ്യോ അച്ഛൻ ഇത് ഗോൾഡ് അല്ലേ? തനി തങ്കവാടി, അത് ശരി. അച്ഛൻ എന്തിനാ ഇത്? ഞാൻ നിനക്ക് തന്നെ വാങ്ങിക്കൊണ്ട് തന്നതാ, ഇത് നിനക്ക് അർഹതപ്പെട്ടതായതുകൊണ്ട്. എനിക്ക് അർഹതപ്പെട്ടതോ? അച്ഛൻ എന്തൊക്കെയായി പറയണ ബാലച്ച? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത്രയും സ്വർണം ഇപ്പം എനിക്ക് എന്തിനാണ് വേണം? ഇത് നിനക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, നീ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ്. ഇത് എത്ര ലക്ഷം രൂപയുടേതാണെന്നറിയോ? കറക്റ്റ് 10 ലക്ഷം രൂപയ്ക്കുള്ള ആഭരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മോൾ ഇട്ടുകൊണ്ട് നടക്കണം, ഇല്ലെങ്കിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കണം. ഇത് നിനക്കുള്ള സമ്മാനമാണ് അച്ഛൻ്റെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ ദേവി അന്തം വിട്ട് ബാലച്ചൻ ഇങ്ങനെ നോക്കാട്ടോ. എന്തൊക്കെയാണ് ഈ അച്ഛൻ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എനിക്ക് തന്നെയാണെന്നോ? അതെ, നിനക്ക് തന്നെയാണ്. മോളിത് വെച്ചോ, സൂക്ഷിച്ച് വെച്ചോ. ഇല്ല, ഇതെന്താ കാര്യം എന്ന് അച്ഛൻ പറയണം. ഞാൻ പറയാം, അതൊക്കെ പറയാം. ഇത് അവകാശപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് തന്നെ ഇത് വാങ്ങിച്ചതാണെന്നും കൂടെ ബാലൻ പറയാട്ടോ. അങ്ങനെ ദേവിയുടെ കൈകളിലേക്ക് ആ സ്വർണം കൊടുക്കുകയാണ്, 10 ലക്ഷം രൂപയുടെ സ്വർണം. അപ്പോൾ ദേവി അത് വാങ്ങിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉദയഭാനു അറിയണില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു കളി നടന്നത്. ഉറപ്പായിട്ടും ദേവിയുടെ കയ്യിൽ 10 ലക്ഷം രൂപയായിട്ട് തന്നെ കൊണ്ടു കൊടുക്കുമെന്നാണ് ഉദയഭാനു മനസ്സിൽ വിചാരിച്ചിട്ട് ശ്രീകലയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചെല്ലയനെ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പാതി
ബാക്കി പൈസയെങ്കിലും അയാൾക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് പറയാൻ. അപ്പോൾ അയാളെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി അവരവിടെ റെഡിയായിരിക്കുകയാണ്. പിന്നെ വീടിൻ്റെ വാടക അതിൻ്റെ ഓണറിനെയും വിളിച്ചിട്ട് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തരും എന്നൊക്കെ പറഞ്ഞ് അയാളോടും ഭയങ്കരമായിട്ട് ജാടയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്